സീനിയർ സിറ്റിസൺ പോളിസി നോക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. കൂടുതൽ പേരും നമ്മൾ സ്വന്തമായി സീനിയർ സിറ്റിസൺ എടുക്കുന്നവർ കാണും, കൂടുതലും രക്ഷകർത്താക്കൾ. പക്ഷേ സീനിയർ സിറ്റിസൺ പോളിസി എടുക്കുമ്പോൾ പ്രധാനമായും നമ്മൾ പോളിസിയുടെ പ്രീമിയം നോക്കി വേണം എടുക്കാൻ. കാരണം നമ്മളൊരു 70 വയസ്സായ ഒരാൾക്ക് പോളിസി എടുക്കുമ്പോൾ പല കമ്പനികളും പല പാറ്റേണുകളാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് 70 വയസ്സായ അവർക്ക് പോളിസി എടുക്കാൻ 5 ലക്ഷം രൂപയ്ക്ക് 23,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റും, 31,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റും, 42,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റും. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് കഴിഞ്ഞാൽ ചിലതിന് റീസ്റ്റോറേഷൻ വരും, പിന്നെ 100% 100% പോളിസി കാണും, ചിലതിന് കോപ്പേയ്മെൻറ്റ് വരും. അപ്പോഴായിരിക്കും നമുക്ക് റേറ്റ് കുറയുന്നത്. എന്നാൽ ചില പോളിസികൾ സീനിയർ സിറ്റിസൻ്റെ പോളിസികൾ ലൈഫ് ടൈം ഒരേ റേറ്റ് വരുന്നതുകൊണ്ട്, അതായത് 5 ലക്ഷം രൂപയ്ക്ക് 23,000 രൂപ വരുന്നത് ആണെങ്കിൽ ഇപ്പോൾ 70 വയസ്സുള്ള ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ 75 വയസ്സായാലും ഈ 23,000 രൂപയ്ക്കും വരുന്നത്, 80 വയസ്സായാലും ഈ 23,000 രൂപയാണ് വരുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് 70 വയസ്സുള്ളവർക്ക് 31,000-ൻ്റെയും 42,000-ൻ്റെ പോളിസികൾ എടുക്കുമ്പോൾ അവർക്ക് 75 വയസ്സ് കഴിയുമ്പോഴും ഈ അടുത്ത് 80 വയസ്സ് കഴിയുമ്പോഴും അവരെ റേറ്റ് ഭയങ്കര ഹൈക്കായിക്കൊണ്ടിരിക്കും. അതായത് 42,000 സ്ഥാനത്ത് 50,000, 60,000, 65,000 വരെ പോളിസിയുടെ വർഷം അടയ്ക്കാനുള്ള പ്രീമിയം കൂടും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സീനിയർ സിറ്റിസന് ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫ് ടൈം വരെ തുറന്നുകൊണ്ട് പോയാലേ നമുക്ക് അതുകൊണ്ട് ഉപയോഗം വരുള്ളൂ. അതായത് ഒരു പോളിസി എടുത്ത് 6-7 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഉപയോഗം ചിലപ്പോൾ വരുന്നത്. അപ്പോഴും നമുക്ക് ഇത്രയും ഹൈക്ക് എമൗണ്ട് അടച്ചു പോകാൻ പറ്റണം. പക്ഷെ അങ്ങനെ അടച്ചു പോകാൻ പറ്റും എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര ഹൈക്കായുള്ള പ്രീമിയം എടുക്കാവുള്ളൂ. സാധാരണ നമ്മുടെ അടുത്ത് സീനിയർ സിറ്റിസൺ പോളിസി എടുക്കാൻ വരുന്ന ഒരു കൂടുതൽ ആൾക്കാരും ഇപ്പോൾ അതായത് മാതാപിതാക്കൾക്ക് പോളിസി എടുക്കുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും കുറച്ച് എമൗണ്ട് എവിടെയെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കൂടി ഇപ്പം മാതാപിതാക്കളായാലും എവിടെയെങ്കിലും കുറച്ച് എമൗണ്ട് കൂടുതൽ കിട്ടുമ്പോൾ അപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് ഒരു പോളിസി എടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ 3-4 പ്ലാൻ പറയുമ്പോൾ അവർ പറയും ഏറ്റവും കൂടിയ പ്ലാൻ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അവർ ഏറ്റവും കൂടിയ പ്ലാൻ തന്നെ ആ വർഷം എടുക്കും. ചിലപ്പോൾ അത് 1-2 വർഷം അവർക്ക് അടയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ മാതാപിതാക്കൾക്ക് കൂടുതൽ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അറിയാമല്ലോ, 70-75 വയസ്സാകുമ്പോൾ അവരുടെ വരുമാനം കുറയും. പിന്നെ കൂടുതലും കുട്ടികളായിരിക്കും അടയ്ക്കണം. പിന്നെ പെൻഷനുള്ളവർക്കൊന്നും ഇത് വിഷയമില്ല. ഞാൻ പറഞ്ഞ നോർമൽ സാധാ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ കുട്ടികളായിരിക്കും അടയ്ക്കേണ്ടത്. അവർക്ക് ചിലപ്പോൾ 3-4-5 വർഷം കഴിയുമ്പം അവർക്ക് ഓൾറെഡി പോളിസി കാണും, അവരുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതിൻ്റെ കൂടെ അവരെ രക്ഷകർത്താക്കളുടെ പോളിസി കൂടെ അടയ്ക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആണെങ്കിൽ അവർക്ക് അടച്ചു പോകാൻ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഒരു 10-25,000 പോളിസിയൊക്കെ ആണെങ്കിൽ പ്രീമിയം ആണെങ്കിൽ അവർ അടച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊരു സീനിയർ സിറ്റിസൺ പോളിസി എടുക്കുമ്പോൾ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രമേ ഒരു പോളിസി എടുക്കാവൂ. നിങ്ങൾക്ക് ഈ സീനിയർ സിറ്റിസൻ്റെ പോളിസിയെ കുറിച്ച് എമൗണ്ടും കാര്യങ്ങളും അടങ്ങിയ ഫുൾ ഒരു വീഡിയോ നമ്മളെ ചാനൽ ഉടനെ